ഞാൻ ഈ ജയിലിൽ ജോലി ചെയ്താണ്ട് നമുക്ക് കുറെയൊക്കെ കാര്യങ്ങൾ അറിയാമേ. അന്നേരം അവിടെ അതെ ഇച്ചിരി അതെ പോലീസുകാരിങ്ങനെ കൊണ്ടുവന്ന് അവിടെ നിർത്തും. പിന്നെ അവരെ അങ്ങ് ഓരോരോ പ്രോസസ്സ് കഴിഞ്ഞ് അങ്ങ് അതിൻ്റെ അകത്തിട്ട് അങ്ങ് അടയ്ക്കും, അത്രേ ഉള്ളൂ. അടിയും പിടിയൊന്നും ഇല്ല. കേരളത്തിലാണ് അതെല്ലാം ഉള്ളത്. അവിടെ ഇത് അടിച്ചിട്ട് എന്താ പ്രയോജനം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുമില്ല. പിന്നെ അങ്ങനെ കിടക്കും ഇവരെ ഇങ്ങനെ ഈ ജയിലിനകത്ത് അങ്ങ് പിടിച്ചിട്ട് ഇങ്ങനെ തീറ്റി പോറ്റി അങ്ങ് കിടക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് കുറ്റങ്ങൾ എന്തെങ്കിലും കുറയുന്നുണ്ട്? ഇവിടെയും കുറയുന്നില്ല, കുറ്റകൃത്യങ്ങൾ എല്ലായിടും ഉണ്ട്. എന്നാലും ഞാൻ പറയൂ അത് ഇത് മോശനം. എടുത്തിട്ടില്ല. പിന്നെ തെളിവില്ലയോ? വീഡിയോ CCTV കാണിച്ചെടുത്തപ്പോ ഞാനല്ല ആണ് സംഭവം. ഹായ് പ്രേംരാജ്. ഹലോ പ്രേംരാജ്. എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ആണെങ്കിൽ അതൊന്നും പറ്റത്തില്ല. നേരെ ജഡ്ജ് തീരുമാനിക്കുക എന്തോ ചെയ്യണമെന്ന്. നമ്മൾ പോലീസുകാർക്ക് അലക്കൊന്നും വേണ്ട, നേരെ അങ്ങ് അവരോട് ആർഗ്യൂ ചെയ്താൽ പോലും അവർക്ക് അതിൻ്റെയും കൂടെ ശിക്ഷ കിട്ടും. രണ്ട് എതിർവാക്ക് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെയും കൂടെ കാലാവധി നീട്ടി കിട്ടും. അന്നേരം ഒന്നും പറയാൻ പോലും പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പുറവിലോട്ടാണ് വെക്കുന്നത്. പുറവിലോട്ട് വെച്ച് നേരെ അങ്ങ് കൊണ്ടുവരിക. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോർട്ട് കേസ് കൊടുക്കും. ചോദിക്കണില്ല, ഇത് ആരാന്ന്? വിനീഷ ഞാൻ തന്നെ കണ്ടില്ലല്ലോ. അങ്ങനെ ചോദിച്ചോ? അല്ല പ്രേംരാജ് ഹായ്. ആരാന്ന് ചോദിച്ചാൽ ഓക്കെ വിനീഷ കേട്ടാ. വിനീഷ പ്രേംരാജ് അറിയാമോ? വിനീഷ പ്രേംരാജിന് അറിയാലോ. വിനീഷ അങ്ങനെയൊക്കെയാണ് വിനീഷ കുട്ടി. നമ്മളൊക്കെ അവരവരുടെ ജോലിക്ക് അനുസരിച്ച് അവരവര് ചെയ്യുക. ഓരോ നിയമത്തിലെ ഓരോ രാജ്യത്ത് ഓരോ നിയമങ്ങൾ, ആ നിയമത്തിനനുസരിച്ച്. വിനീഷ അല്ല കേട്ടോ, വിനീഷ. ഈ പ്രേംരാജ് അങ്ങനെയൊക്കെയാ എഴുതുന്നത് കേട്ടോ. അത് നമ്മുടെ കറക്റ്റ് മലയാളം ഒന്നും അറിയത്തില്ല എഴുതാനും പറയാനും വിനീഷയ്ക്കാണ്ട് നമ്മുടെ പ്രേംരാജിന് അത്ര അറിയത്തില്ല കേട്ടോ, കറക്റ്റായിട്ടുള്ള മലയാളം. ഇപ്പോഴും ഞങ്ങൾക്ക് നല്ല തണുപ്പാണ് ഇപ്പോഴും കേട്ടോ. തണുപ്പൊന്നും പിന്നെ കമ്പയർ ചെയ്ത് 2-3 ആഴ്ചക്ക് മുന്നുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്വല്പം ഒന്ന് കുറവുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അൻസിയാണെന്ന് വിചാരിച്ചു പറയാം. അൻസി ആണെന്ന് അങ്ങനെ എഴുതിയോ? ഓക്കെ. നമുക്കിത് നോക്കുന്ന അൻസി ലൈവില് കയറിയിരുന്നു എപ്പോഴെങ്കിലും? പണ്ട് കയറിയിട്ടുണ്ട്. പണ്ട് പ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. പ്രിയ, നിങ്ങളുടെയൊക്കെ ഏജാ. പ്രിയ നമ്മുടെ എല്ലാരെയും ലൈവിൽ കയറാൻ വേണ്ടി പഠിപ്പിച്ച പ്രിയ രസു എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ? പ്രിയ രസു. പ്രിയ പിടിച്ച് ഒരു എന്തോരം ഫോഴ്സ് ചെയ്ത് അൻസിയെ വായിട്ട് അലച്ച് നമ്മുടെ പിന്നെ അൻസി അതിനകത്ത് കയറ്റി. ഇറങ്ങിപ്പോയോ വിനീഷ? വിനീഷ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. വിനീഷ ഇറങ്ങിപ്പോയോ? എന്തോ പറ്റി? അയ്യോ, എന്റെ സ്ക്രീൻ എല്ലാം പോയോ? എന്റെ സ്ക്രീൻ എല്ലാം പച്ചയായല്ലോ. എന്റെ സ്ക്രീൻ എങ്ങനെ പച്ചയായത്? എന്റെ സ്ക്രീൻ പച്ചയായല്ലോ വിനീഷ. ഞാൻ എവിടെ പിടിച്ചു ഞെക്കി? പച്ച കളറ്. ഞാൻ എവിടെ പിടിച്ചൊന്ന് ഞെക്കി ഇതിന്റെ ഇടയ്ക്ക്. അയ്യോ, ഏതാണ്ടൊന്ന് ചെയ്തു. എന്റെ പൊന്നോ, എന്റെ കളറ് മാറി വരും. റോഡിലോട്ട് നോക്കാം, പച്ചയാണോ നോക്കാം നമുക്ക്. പച്ച റോഡിലോട്ടുള്ള ഒന്നും കാണുന്നുമില്ല. എന്ത് പറ്റിയേ? റിസർച്ച് ഓഫ് എന്തോ റീടച്ച് ഓഫ്. അയ്യോ, ഇതേ ക്ലിക്ക് ചെയ്യണം എനിക്ക്. ഇതിലേതാണ്ടോലൊക്കെ. എന്റെ പൊന്നോ, എനിക്ക് കോള് വരുന്നു, ഞാൻ ഇറങ്ങുന്നു. ഒരു മിനിറ്റ്, കോള് വരുന്നു. ഞാൻ കേറില്ല. ഇറങ്ങി. എന്റെ സ്ക്രീനെല്ലാം ബാഡായി. അയ്യോ, ഞാനൊന്നും ചെയ്തല്ല. എന്റെ സ്ക്രീനൊക്കെ എങ്ങനെയായി? ഞാൻ എങ്ങാണ്ടൊന്ന് ടച്ച് ചെയ്തെന്ന് മാത്രം എനിക്കറിയാം. ഇനി ഇതിലിട്ട് പണിയാനിട്ട് എനിക്ക് വയ്യ, വണ്ടി ഓടിക്കുക. അയ്യോ, ഒന്നും ചെയ്യാൻ വയ്യാത്ത എന്താ അങ്ങനെ ആയിപ്പോയേ? എന്റെ പൊന്നോ, എന്റെ കമന്റും പോയി, എല്ലാം പോയി. അതാ ഈ ടുഗദറിലൊക്കെ ഇട്ട എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരുവേ.